ഹായ് ഓൾ, എല്ലാവർക്കും പിന്നക്കിൾ അക്കാദമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹൈസ്കൂളിലെ ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചാപ്റ്റേഴ്സ് എടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു അപ്ഡേഷനായിട്ട്. അപ്പം അതിൽ നമ്മൾ 8ാം ക്ലാസ്സിൽ ഹൈസ്കൂളിലെ 8ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ ബയോളജിയിലെ ബേസിക് സയൻസിലെ 3ാമത്തെ ചാപ്റ്ററിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് വന്നിരിക്കുന്നത്. ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് വീണ്ടെടുക്കാം വിളനിലങ്ങൾ എന്നാണ് ആ ചാപ്റ്ററിൻ്റെ പേര്. ഇതാണ് വീണ്ടെടുക്കാം വിളനിലങ്ങൾ എന്നുള്ളതാണ് എന്ത് നമ്മുടെ ആ ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത്. ഓക്കെ, വീണ്ടെടുക്കാം വിളനിലങ്ങൾ. അപ്പോൾ ആ ചാപ്റ്ററിലെ കുറച്ച് ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞതിന് ശേഷം നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ബാക്കി കണ്ടിന്യൂസ് ചെയ്യാവുന്നതാണ്. തുടക്കത്തിൽ ഞാൻ പറയുകയാണ്, ഇപ്പോൾ കാണുന്നത് ഏത് വിദ്യാർത്ഥികളാണെങ്കിലും ആ ഉതകുന്ന വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം 8ലാണെങ്കിലും 9, 10 വിദ്യാർത്ഥികളാണെങ്കിലും +1 +2 വിദ്യാർത്ഥികളാണെങ്കിലും ആരെങ്കിലും ആ ഉതകുന്ന വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക. നിങ്ങളുടെ റിലേറ്റീവ്സ് അങ്ങനെ ഫ്രണ്ട്സ് അങ്ങനെ ഉള്ളവരിലേക്കെല്ലാം എത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേര് ഒന്നുകൂടെ പറയാം. നമ്മുടെ 3ാമത്തെ ചാപ്റ്ററായിട്ടുള്ള വീണ്ടെടുക്കാം വിളനിലങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഓക്കെ, അപ്പം ആ ചാപ്റ്ററിനകത്ത് ആദ്യം നമ്മൾ നോക്കുന്ന അല്ലെങ്കിൽ തുടങ്ങാൻ നേരത്തെ 2ാമത്തെ പേജിനകത്ത് വരുന്ന ആ ചാപ്റ്ററിൻ്റെ 2ാമത്തെ പേജാണ് കേട്ടോ, ടെക്സ്റ്റിൻ്റെ അല്ലേ. 2ാമത്തെ പേജ് വരുന്നൊരു കാര്യമാണ് ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത്. എന്താണ് ഭക്ഷ്യസുരക്ഷ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ജനങ്ങൾക്ക് എല്ലാവർക്കും ആരോഗ്യപ്രദമാകുന്ന രീതിയിൽ എന്ത് എത്തപ്പെടുന്നു, ഭക്ഷണം എല്ലാവർക്കും എത്തപ്പെടുന്നതിനെ പറഞ്ഞ പേരാണ് ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ 2ാമത്തെ പേജിനകത്ത് ആദ്യം കാണുന്ന ഒരു കാര്യമാണ് ഭക്ഷ്യസുരക്ഷയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഭക്ഷ്യസുരക്ഷയെക്കുറിച്ച് അതിനകത്ത് ആ ചാപ്റ്ററിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്, ഒന്ന് വായിച്ചേക്കാം. അത് എല്ലാവർക്കും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിന് വേണ്ട ഭക്ഷണം ആവശ്യാനുസരണം ലഭ്യമാകുന്ന സാഹചര്യമാണ് ഭക്ഷ്യസുരക്ഷ. അപ്പോൾ എല്ലാവർക്കും എന്ത് ജീവിക്കാൻ ഉതകുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തിന് ഉതകുന്ന രീതിയിൽ ഭക്ഷണം എന്തിന് എത്തപ്പെടുന്ന ആ സാഹചര്യത്തെ പറഞ്ഞ പേരാണ് ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത്. അവിടെ ഭക്ഷ്യത്തിൻ്റെ കുറവൊക്കെ ഭക്ഷണത്തിൻ്റെ കുറവൊക്കെ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? ഭക്ഷ്യസുരക്ഷയ്ക്ക് തന്നെ ഒരു എന്താണ് ഒരു തെറ്റായ ഒരു ഭാവം, അതായത് ഒരു എന്തുവാണ് ഒരു ക്ഷതമേക്കുക എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. അതിനുശേഷം താഴോട്ട് നോക്കാനായിട്ട് ഒരു ബോക്സ് കൊടുത്തേപ്പുണ്ട്. ആ ബോക്സിനകത്ത് പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ അവർ എടുത്ത് പറഞ്ഞേക്കുന്നത് നെൽകൃഷിയെക്കുറിച്ചാണ്. നെൽകൃഷിക്ക് ഇത്ര ഹെക്ടറിനകത്തുള്ള ആ ഒരു കാര്യം, നെൽപ്പാടത്തിൻ്റെ ഒരു ഹെക്ടർ കണക്കും, അതുപോലെ അതിനകത്ത് കൃഷി ചെയ്യപ്പെടുന്ന ആ ഒരു നെൽകൃഷിയുടെ കാര്യങ്ങളും, പിന്നെ ജനസംഖ്യയുടെ ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. 1991 തൊട്ടെങ്ങാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ആ ബോക്സ് നോക്കിയാൽ തൊട്ട് താഴെ കിടപ്പുണ്ട്. അപ്പോൾ അവിടെ തൊട്ടുള്ള കുറച്ച് ഒരു 3 വർഷമല്ല, ആ ജനസംഖ്യയുടെ വെച്ചുള്ള 3 വർഷം 10 വർഷം കൂടുമ്പോൾ ആ 3 വർഷ കണക്കിൻ്റെ ഒരു കാര്യത്ത് പറഞ്ഞേപ്പുണ്ട്. ഓക്കെ, അത് നോക്കിയാൽ മതി നിങ്ങൾക്ക്. ഓരോ ആ കാലഘട്ടം കഴിയുമ്പോഴും എന്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്? ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുക. പക്ഷെ അതനുസരിച്ച് എന്ത് കൂടുന്നില്ല? നെൽവയലുകളും കൂടുന്നില്ല, പക്ഷെ എന്തും കൂടുന്നില്ല, നെല്ലുൽപാദനവും കൂടുന്നില്ല. ഇത് ക്രമാതീതമായി എന്തുകൊണ്ടിരിക്കുക? കുറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഇതെല്ലാം നമ്മുടെ എന്തിന്? ഭക്ഷണത്തിൻ്റെ ആ ഒരു ലഭ്യതയുടെ കുറവിനാണ് ഇതെല്ലാം കാരണമാകുന്നത്. ഓക്കെ, നമുക്ക് വീണ്ടെടുക്കാം വിളനിലങ്ങൾ എന്ന് പറയുന്നതാണ് നമ്മുടെ ചാപ്റ്റർ. അപ്പോഴേ മനസ്സിലാകും നമ്മുടെ വിളനിലങ്ങൾ, നമ്മൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ വിളനിലങ്ങൾക്ക് എന്ത് ഏൽക്കുന്നുണ്ട്? ക്ഷതം അല്ലെങ്കിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും എന്താണ് വയലുകളൊക്കെ നികത്തി പല കെട്ടിടങ്ങളും സമുച്ചയങ്ങളും നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ എന്തിനാണ് ബാധിക്കുന്നത്? നമ്മുടെ ഭക്ഷണത്തിനെയാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെയൊക്കെ വീണ്ടെടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, എന്താണ് ഭക്ഷ്യസുരക്ഷ എന്നുള്ളത്. എന്താണ് ഭക്ഷ്യസുരക്ഷ എന്ന് വെച്ചാൽ എല്ലാ ജനങ്ങൾക്കും ആരോഗ്യപ്രദമാവുന്ന രീതിയിൽ ഭക്ഷണം എത്തിപ്പെടുന്നതിന് അല്ലെങ്കിൽ ആ ഒരു സമ്പ്രദായത്തിന് പറഞ്ഞ പേരാണ് ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നത്, നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞു ഭക്ഷ്യസുരക്ഷയ്ക്ക് പ്രധാനമായി നമ്മുടെ ഈ വയലുകൾക്കും മറ്റുള്ളതൊക്കെ എന്തേൽക്കുന്നുണ്ട്? ക്ഷതങ്ങൾ ഏൽക്കുന്നുണ്ട്. കാരണം അതിൽ നിന്ന് മനസ്സിലാക്കും, നമ്മുടെ ആ ടേബിളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ജനസംഖ്യ കൂടുന്നു, പക്ഷേ എന്ത് കൂടുന്നില്ല? വയൽ നിലങ്ങളുടെ ആ കണക്കുകളും അതുപോലെ അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് ഉൽപ്പാദനത്തിൻ്റെ കണക്കുകൾ എന്ത് ചെയ്യുന്നില്ല? കൂടുന്നില്ല, ക്രമാതീതമായി കുറയുകയാണ്. എന്ത് കൂടുമ്പോൾ? ജനസംഖ്യ കൂടുമ്പോൾ ആണല്ലോ. ജനസംഖ്യ കൂടുമ്പോൾ ഈ ഭക്ഷണവും കുറഞ്ഞാലുള്ള അവസ്ഥ നമ്മൾ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അപ്പം നമ്മളിനി ബാക്കിയിലേക്ക് വരാൻ നേരത്തെ അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ജനസംഖ്യ കൂടുകയാണ്, വയൽ നിലങ്ങളെല്ലാം കുറയും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആരെ സപ്പോർട്ട്, ആരെ ഉതകുന്ന രീതിയിൽ നിൽക്കണം? നമ്മുടെ കർഷകരെ. അപ്പോൾ അവർക്ക് വിലനില, അതായത് നമ്മുടെ എന്താണ് വയലുകളെല്ലാം അവർക്ക് ഉതകുന്ന രീതിയിലുള്ള സപ്പോർട്ടുകൾ നമ്മൾ കൊടുത്താൽ എന്ത് പറ്റും? നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? മുന്നേറാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ. അതിനുശേഷം പറയുന്ന അടുത്തൊരു പേജിനകത്ത് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. എന്താണ് കാര്യമെന്ന് വെച്ചാൽ നോക്കിയാൽ മതി. അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ. കാർഷിക മേഖലയിൽ ആരംഭിച്ച കുറച്ച് പ്രതിസന്ധികളെ കുറിച്ചാണ് അത് പറയുന്നത്. എന്തൊക്കെയാണ് പ്രതിസന്ധികൾ എന്നറിയാവോ? അതൊരു മനുഷ്യൻ ഒരു എന്താണ് ഒരു
തരിശ് ഭൂമിക്കകത്ത്, തരിശ് ഭൂമി ഒരു വിണ്ട് കീറിയ ഭൂമിക്കകത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മനസ്സിൽ അവിടെ വെള്ളങ്ങളൊന്നും കിട്ടാത്ത രീതിയിൽ ഇരിക്കുന്ന ഒരു ഭൂമി. കർഷകരുടെ ആ ദുരിതങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തേക്കുന്ന ഒരു പിക്ചറാണതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് കുറേ കാര്യങ്ങളതിനകത്ത് കൊടുത്തേക്കുണ്ട്. വായിച്ചു നോക്കി നമുക്ക് തന്നെ കാര്യം കത്തും എന്താണുള്ളത്. ഇടനിലക്കാരുടെ ചൂഷണം, അതായത് നമുക്ക് പണ്ട് കാലങ്ങളാണെങ്കിൽ ഇപ്പോഴാണെങ്കിലും പല കർഷകരും നേരിട്ട് കൊണ്ടുവന്ന് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അവരുടെ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ കൊണ്ട് വിൽക്കുന്നില്ല. അവരെന്ത് ചെയ്യണം, ഒരു ഇടനിലക്കാരനെ കൊണ്ടായും ചിലപ്പോൾ വിൽപ്പിക്കുന്നത്. ആ ഇടനിലക്കാർ കൂടുതൽ ചൂഷണം ചെയ്താൽ ആർക്കാണ് നഷ്ടം ഉണ്ടാകുന്നത്? കർഷകർക്കായിരിക്കും. അവർക്ക് കൃഷി ചെയ്യുന്ന പോലെ എന്തുണ്ടാകും, സാധ്യമാകും, ദൗർലഭ്യം ഉണ്ടാകുന്ന അല്ലെങ്കിൽ കുറയുന്നതിന് കാരണമാവുകയും ചെയ്യും. അപ്പോൾ ഇടനിലക്കാരുടെ ചൂഷണം ഒരു കാരണമാണ്. എന്തിന് കാരണമാണ്? കാർഷിക മേഖലയിലെ പ്രതിസന്ധിക്ക് കാരണമാണ്. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്തതിലേക്ക് പോകാം. സിമ്പിളല്ലേ പറഞ്ഞ കാര്യങ്ങളെല്ലാം, കുഴപ്പമൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്, നമ്മുടെ എന്തിനെക്കുറിച്ച് പറഞ്ഞു, ഭക്ഷ്യസുരക്ഷയെക്കുറിച്ച് പറഞ്ഞു, അതിലുണ്ടാകുന്ന കുഴപ്പങ്ങളെക്കുറിച്ച് പറഞ്ഞു, നമ്മുടെ ആ ബോക്സിൻ്റെ കാര്യം. പിന്നീട് നമുക്കിപ്പോൾ കർഷകർക്കുണ്ടാകുന്ന കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധിയിലേക്കാണ് വരുന്നത്. ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കേട്ടോ ഇത്. രണ്ടാമത്തെ പറയുന്ന കാലാവസ്ഥ മാറ്റം. ഇപ്പോൾ കാലാവസ്ഥയിൽ മാറ്റം ഉണ്ടായാൽ എന്തുണ്ടാകും? മഴ നന്നായിട്ട് കഠിനമായിട്ട് മഴ പെയ്യുന്നുണ്ട്, പ്രളയമൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിനു ബാധിക്കും? നമ്മുടെ കർഷകർക്ക് തന്നെ ബാധിക്കും. ഇത്രയോളം ഹെക്ടർ കൃഷികളൊക്കെ നശിച്ചു എന്ന് നമ്മൾ വാർത്തയ്ക്കത് കേൾക്കുന്നതായിരിക്കും. അപ്പം ഈ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ഈ മാറ്റം, അല്ലെങ്കിൽ പ്രളയങ്ങളുടെയൊക്കെ ഈ വരവ് എന്തിന് നാശം ഉണ്ടാക്കുകയാണ്? കൃഷികൾക്ക് നാശമുണ്ട്. അത് കാർഷിക മേഖലയെ ഭംഗം വരുത്തുന്നതാണ്. വില നഷ്ടം. ചില സമയങ്ങൾക്ക് ചിലതിൻ്റെ വസ്തുക്കൾ വില അങ്ങ് കീറും, ചിലതെന്ത് ചെയ്യും, കുറയും. ഇത് കിട്ടുന്നതിൻ്റെ ഒരു അവസ്ഥയും കൂടെ അനുസരിച്ചാണ്. ചില സമയത്ത് എന്നാലും വിലകൾക്കുണ്ടാകുന്ന ചില നഷ്ടങ്ങൾ, അവർ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങളുണ്ടല്ലോ. വളങ്ങൾ ഉപയോഗിക്കുക, കീടനാശിനി പ്രയോഗിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറകെ നടക്കുന്ന അത്രയും കാര്യങ്ങൾ പോലും വിൽക്കുമ്പോൾ കിട്ടുന്നില്ല. നമ്മൾ അതിന് വേണ്ടി ആ ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന അത്രയും പൈസ പോലും എന്തിനു കിട്ടുന്നില്ല? അത് വിൽക്കുമ്പോൾ കിട്ടുന്നില്ല. വില നഷ്ടം ഉണ്ടാകുന്നുണ്ട്. ഉൽപ്പാദന ചെലവ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഉൽപ്പാദന ചെലവ് എന്താണ്? കൂടുതലായിരിക്കും ചിലപ്പോൾ. അടുത്തത് വിളനഷ്ടം. വിലനഷ്ടം വേറെ, വിളനഷ്ടം. എത്ര ഉൽപ്പാദിപ്പിച്ചു, വളം ചെയ്തു, കീടനാശിനി പ്രയോഗിച്ചു, എന്നിട്ടും എന്തുണ്ടാകുന്നു? ഉൽപ്പാദിച്ച് വിളകളെല്ലാം നശിച്ചു പോവുകയാണെങ്കിലോ അതൊരു വലിയ നഷ്ടമല്ലേ? കർഷകർക്കാണെങ്കിലും അതുകൊണ്ട് ജീവിക്കപ്പെടുന്ന ജനങ്ങൾക്കാണെങ്കിലും നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തെന്ന് പറഞ്ഞാൽ സ്ഥലപരിമിതി. ഞാൻ പറഞ്ഞു, വർഷം കഴിയും തോറും 2011 ആ കാലഘട്ടത്തിലേക്ക് എത്താൻ നേരത്ത്, 2011 കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കൃഷിയിടങ്ങളുടെ ഹെക്ടറിൻ്റെ കുറവ് എന്ത് ചെയ്യുന്നു? ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. ലക്ഷക്കണക്കിലുള്ള കുറവുണ്ടാവുകയാണ്. അപ്പം വിളനിലങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? കുറഞ്ഞുകൊണ്ടിരിക്കുക. സ്ഥലപരിമിതി കുറഞ്ഞു, സ്ഥലപരിമിതി ഇല്ലാതാകുന്നു. ഓക്കെ. ഇനി അടുത്ത അവസാനത്തെ ഒരു പോയിനോട് പറഞ്ഞപ്പോൾ പരിസ്ഥിതി നാശവും ആരോഗ്യ പ്രശ്നങ്ങളും. പരിസ്ഥിതി നശിപ്പിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ കാണുന്ന കായലുകളിലും മറ്റുള്ള എല്ലാം എന്താണ്, നമ്മുടെ വേസ്റ്റുകളും മറ്റെല്ലാം തട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പരിസ്ഥിതി നശിക്കുകയാണ്. അത് മാത്രമല്ല, പ്ലാസ്റ്റിക്കിനെ എല്ലാം നമ്മൾ വലിച്ചെറിഞ്ഞിട്ടേക്കുവാണ്. ഇങ്ങനെ പരിസ്ഥിതി നശിച്ചുകൊണ്ടിരുന്നാൽ അല്ലെങ്കിൽ മണ്ണിനെ നശിപ്പിച്ചുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു വിളനിലയങ്ങൾ പോലും ഉണ്ടാകും. പ്ലാസ്റ്റിക് കിടക്കുന്നിടത്ത് എന്തെങ്കിലും ഒരു കൃഷി വസ്തുക്കൾ കിളുത്ത് വരുമോ? നിങ്ങൾ പ്ലാസ്റ്റിക് ഇട്ടതിന് ശേഷം അതിൻ്റെ അടിയിൽ കൊണ്ടുവരും, മണ്ണിനകത്ത് വരുന്ന കിളിച്ച് വെച്ച് കൊടുത്ത എന്തെങ്കിലും ഒരു വിത്തിട്ട് നോക്കിയാൽ മതി, കിളിച്ച് വരുമോ സാധനം? പുറത്തോട്ട് വരത്തില്ല, കാരണം സൂര്യപ്രകാശം വേണം, അല്ലെങ്കിൽ അതിനെ പൊട്ടിപ്പുടർന്ന് പോകാനുള്ള അതിൻ്റെ വേരുകൾ സഞ്ചരിക്കാനുള്ള ഒരു തുറസായ സ്ഥലം വേണം. ഇതൊക്കെ പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യത്തില്ല? പോകത്തില്ല. അപ്പോൾ ഈ പരിസ്ഥിതി നാശവും എന്തിന് കാരണമാകുന്നു? കാർഷിക മേഖലയുടെ പ്രതിസന്ധികൾക്ക് കാരണമാകാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഭക്ഷ്യസുരക്ഷയെക്കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? ആ ഭക്ഷ്യസുരക്ഷയ്ക്ക് എന്താണ്? ഹെക്ടറിൽ ഉണ്ടാകുന്ന കുറവുകൾ, അത് കാർഷിക മേഖലയിൽ എന്തുണ്ടായി? ഭംഗം വരുത്താനുള്ള കാരണം. ഇത്രയും കാര്യങ്ങളും ചോദിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഭക്ഷ്യസുരക്ഷ എന്താണ് ചോദിക്കാൻ പറ്റുന്നുണ്ട്. കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന ആ കർഷകർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ചോദിക്കാൻ പറ്റുന്നതാണ്. ഓരോ മാർക്കിന് വേണ്ടി ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നമുക്കിനി അടുത്ത് വരാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം? തരണം ചെയ്യാം. നമുക്ക് ഉണ്ടായ ഈ സാഹചര്യങ്ങൾ എങ്ങനെ തരണം ചെയ്യാം? ആദ്യമേ നമുക്ക് ഈ മണ്ണിനെ വളക്കൂറുള്ളതാക്കി മാറ്റാൻ പറ്റും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ കുറേ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മൾ അവലംബിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഉണ്ടായ ഒരു നഷ്ടം, അല്ലെങ്കിൽ ഒരു ഇടിച്ചിൽ എന്ന് പറയുന്ന ഈ വിളനഷ്ടത്തെയോ മറ്റുള്ള നമ്മുടെ കാർഷികങ്ങളുണ്ടാകുന്ന ആ പ്രതിസന്ധികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. അതിനുവേണ്ടി നമുക്ക് ആരെ സഹായിക്കണം? നമ്മുടെ കർഷകരെ സഹായിക്കണം. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്കൊരു മണ്ണിനെ വളക്കൂറുള്ളതാക്കി മാറ്റാം, അതിന് എന്തൊക്കെ മൂലങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ട്, നമുക്ക് എങ്ങനെയൊക്കെ രീതിയിൽ കാർഷിക മേഖലയെ സഹായിക്കാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ കർഷകർക്ക് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ ഒരു വസ്തുക്കളെ കൃഷി ചെയ്യാം, നമുക്കല്ലാതെ വലിയ സ്ഥലപരിമിതി ഇല്ല, ചെറിയ സ്ഥലപരിമിതി നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള ആൻസേഴ്സിനായിട്ട് നമുക്ക് അടുത്ത വീഡിയോ വരെ കാത്തിരിക്കാം. ബൈ.